ഇന്ന് എൻ്റെ സക്ലൻസിലൊക്കെ ഉണ്ടായിരിക്കുന്ന പൂക്കളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതിൽ നിന്നൊരു നീണ്ട സ്ട്രിങ് പോലെ ഇങ്ങനെ വന്നിട്ട് പിങ്ക് കളറുള്ള പൂക്കളാണേ. ഉണ്ടോ, ചെറിയ ചെറിയ കുഞ്ഞു മുട്ട് പോലെയുള്ള പൂക്കളാട്ടോ. അതേലോ ഇത് കിവിറിയാണേ. ഇത് വെള്ളം ഒഴിച്ചപ്പം വെള്ളം പറ്റിയോണ്ടാണ് ഇതിൻ്റെ ഈ ഇലകൾക്കൊക്കെ ഒരു പാച്ചായിട്ട്, അതിലൊരു ഒരു പറയുന്ന ഒരു ചാരം പോലത്തെ ഒരു ഇതാണ് അതിൻ്റെ ഇലകളിലെ. അതിനൊരു പിങ്കിഷ് കളറാണ്. ഇതും അതേ സെയിം ചെടിയാണ്. ഇതിനും ഇതുപോലെ തന്നെ പൂക്കളുണ്ടാകുന്നതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പൂവിൻ്റെ പൂങ്കൊല അങ്ങ് വെട്ടിക്കളയുവാണ് നല്ലത് ചെടിക്ക്. പക്ഷേ എനിക്കതിൻ്റെ പൂ കാണാൻ ഇഷ്ടമായതുകൊണ്ടും അധികം പൂവൊന്നുമില്ല എങ്കിലും അതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാനൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഇത് കണ്ട വേറൊരെണ്ണം, ഇതിലൊരു മഞ്ഞപ്പൂക്കളാണേ. കണ്ട മഞ്ഞപ്പൂക്കൾ. കണ്ട ഇനി ഓരോന്നത്തിലും പൂങ്കുലുണ്ടായിട്ടുണ്ടേ. ഈ ചെടികളുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളാണ് ഭംഗി. ഇതിൻ്റെ പൂക്കളെ കഴിഞ്ഞും ഭംഗി ഇതിൻ്റെ ഇലകൾക്കും. അത് നല്ല ഡിസൈൻ ചെയ്ത പോലത്തെ ഷേപ്പാണ് ഈ ചെടികളുടെ ഇലകൾക്ക്. ഇതാണ് അടുത്ത സക്കുലൻ്റ്. നല്ല ഭംഗിയല്ലേ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. ചെടിക്കൊരു ചെടിച്ചട്ടി നിറയെ അങ്ങ് നിൽക്കുവാണേ. അതിൻ്റെ പൂക്കൾ ഇതാണ്. ഉണ്ടോ, എന്തോരം ദൂരം മാറിയാണെന്ന് നോക്കിയാൽ അതിൻ്റെ പൂക്കളുണ്ടായേക്കുന്നത്. കുലുങ്ങാതെ ഇരിക്കൂ പൊങ്കലേ. അയ്യോ, എൻ്റെ ഹൊവാർത്തിയിലും പൂക്കളുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അതിൻ്റെ കുലയങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. കണ്ടോ, ഇത് ഞാനിവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഇതിൻ്റെ ഈ ഇലകളുടെ ഭംഗി കുറയും പൂ ഉണ്ടായി കഴിയുമ്പോഴേ. അടുത്തതാണ് ഇത്. ഇതേലും ഒരു കുഞ്ഞ് പൂ ഉണ്ടായി വരുന്നുണ്ട്. ഇതും വേറൊരു സക്കുലൻ്റാണ്. ഇതിനും ഉണ്ട്. ഇതുണ്ടോ ഒരു സ്പൈക്ക്. കണ്ടോ, ഇത്രയും പൊക്കത്തിലാണേ. അതിന് പൂ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ, വിരിഞ്ഞിട്ടില്ല കേട്ടോ. അതുണ്ട് ഇങ്ങനെ അതിരിക്കുന്നത്. ഇതിലൊന്നും പൂ ഉണ്ടായിട്ടില്ല ഈ വർഷം. ഇവിടെയൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം വിരിയും. ഇതേൻ്റെ വേറെ ഒരു സക്കുലൻ്റ്